ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മീനിൽ നിന്ന് എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചായിരുന്നു. നമുക്ക് മീഡിയൻ വെച്ച് എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് കേസ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ മീഡിയൻ എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ സെൻറ്ററിൽ വരുന്ന വാല്യൂ ആണ്. ഇത് ഓൾറെഡി അസെൻഡിങ്ങിലാണ്. സെൻറ്ററിൽ വരുന്ന വാല്യൂ 21, മീഡിയൻ്റെ വാല്യൂ നമുക്ക് 21 കിട്ടും. ഇനി മീൻ ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ മോഡ് എക്സ് മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ ആണ്. അതായത് ഓരോ എക്സിൽ നിന്നും മീഡിയൻ കുറച്ച് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അവയുടെ ടോട്ടലിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ എക്സും എക്സ് മൈനസ് എമ്മും കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ 10, 18, 21, 32, 44. എക്സ് മൈനസ് എം, എമ്മിൻ്റെ വാല്യൂ 21 ആണ്. കുറയ്ക്കുമ്പോൾ 11, 3, 0, 11, 23. ഇനി ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ 48. ഇനി മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. 48 ഡിവൈഡഡ് ബൈ 5, 9.6 എന്ന് കിട്ടും. ഇനി ഇവയുടെ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണ്. ഫോർമുല മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ ഇസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ 9.6 ഡിവൈഡഡ് ബൈ മീഡിയൻ്റെ വാല്യൂ 21. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.47 നമുക്ക് ആൻസർ കിട്ടുന്നു. അടുത്തായിട്ട് കേസ് 2 ആണ്, ഡിസ്ക്രീറ്റ് സീരീസ്. ആദ്യം തന്നെ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം. മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വാല്യൂ ഓഫ് n+1/2 ടേം ആണ്. അതിന് നമ്മൾ ആദ്യം n കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. 5, 5 + 11, 16, 16 + 15, 31, 31 + 14, 45. എന്നിൻ്റെ വാല്യൂ 45 ആണ്. നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 45 + 1/2 എന്ന് കിട്ടും. അതായത് 46/2 ഇസ് ഈക്വൽ ടു 23. 23rd പൊസിഷനിലുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. അത് കിട്ടാനായിട്ട് 23 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുന്നു. അതിന് നേരെയുള്ള എക്സിൻ്റെ വാല്യൂ ആണ് നമ്മുടെ മീഡിയൻ. അതായത് മീഡിയൻ്റെ വാല്യൂ നമുക്കപ്പം 7 എന്ന് കിട്ടിയിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എമ്മും എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എമ്മും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എക്സ് മൈനസ് എം, അടുത്തത് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. അതായത് ഓരോ എക്സിൽ നിന്നും എമ്മിൻ്റെ വാല്യൂ 7 മൈനസ് ചെയ്ത് എഴുതുന്നു. ഇനി ആ കോളത്തിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. മൈനസ് എം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 മൈനസ് 7 2, 6 മൈനസ് 7, 7 മൈനസ് 7 0, 8 മൈനസ് 7 1. ഇനി എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം. 5 ഇൻറ്റു 2 10, 11 ഇൻറ്റു 1 11, 15 ഇൻറ്റു 0 0, 14 ഇൻറ്റു 1 14. ഇവയുടെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. 35 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. 35 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 45. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.78 എന്ന് കിട്ടും. ഇനി റിലേറ്റീവ് മെഷർ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഫോർമുല എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ വിച്ച് ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ്റെ വാല്യൂ 0.78, മീഡിയൻ്റെ വാല്യൂ 7. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.11 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും. അടുത്തത് കേസ് 3 കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മീഡിയൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ മീഡിയൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. L1 + n/2 - CF/f × C. അതിനാദ്യം n/2 കാൽക്കുലേറ്റ് ചെയ്യുക. n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 14 14/2 7 എന്ന് കിട്ടും.
ഈ പൊസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടി അടുത്തതായിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2, 5, 9, 14. ഇനി 7 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 9 ആണ്. ഈ ക്ലാസ് ആണ് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മീഡിയൻ്റെ വാല്യൂ എത്ര വരും? എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് 8 പ്ലസ് n/2ൻ്റെ വാല്യൂ 7 മൈനസ് സി എഫ് എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി 4 ഇൻറ്റു സി എന്ന് പറയുന്നത് ക്ലാസ് ലിമിറ്റ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ 4. 4ഉം 4ഉം കട്ടാവും. 8 പ്ലസ് 7 മൈനസ് 5 എന്ന് പറയുന്നത് 2. മീഡിയൻ്റെ വാല്യൂ നമുക്ക് 10 കിട്ടും. മീഡിയൻ്റെ വാല്യൂ നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. ഇനി മീൻ ഡീവിയേഷൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ബൈ എൻ. ഇവിടെ ഫോർമുലയ്ക്കകത്ത് എക്സ് ഉണ്ട്. നമ്മൾ എക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂ ആണ്. അപ്പോൾ എത്ര വരും? 2, 6, 10, 14. അടുത്തായിട്ട് എക്സ് മൈനസ് എം കാൽക്കുലേറ്റ് ചെയ്യുന്നു. മോഡുലസ് ആണ്. എമ്മിൻ്റെ വാല്യൂ 10 ആണ് അല്ലേ? അപ്പം 2 മൈനസ് 10 8, 6 മൈനസ് 10 4, 10 മൈനസ് 10 0, 14 മൈനസ് 10 4. അടുത്തായിട്ട് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവയുടെ ടോട്ടലും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എം ചെയ്തു. അവയുടെ ടോട്ടൽ 48 കിട്ടി. നമുക്ക് ഫോർമുലയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 48 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 14 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.42 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ്റെ അബ്സല്യൂട്ട് മെഷർ. ഇനി റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഫോർമുല എന്താണ്? മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ. 3.42 ഡിവൈഡഡ് ബൈ മീഡിയൻ്റെ വാല്യൂ 10 ആയിരുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.34. ഈ രീതിയിലാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമ്മൾ ഓരോ കേസിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്.